ഹലോ, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളുടെ ഒരു ഓണം ദിവസമാണ്. ഞാൻ രാവിലെ ഉണർന്ന് താഴെ വന്ന് മടങ്ങേണ്ടത് അച്ഛൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് നേരെ അടുക്കളയിൽ പോയി ഒരു കപ്പ് ചായ എടുത്ത് കുടിച്ചു. രാവിലെ ഒരു ചായ അത് നിർബന്ധമാണ്. ഞാൻ ഉണർത്തമാട് തല കഴുകിയിട്ടോ. തല കഴുകിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ മേല് കഴുകി ഡ്രസ്സൊക്കെ മാറിയത്. മുടി നേരത്തെ കഴുകുന്നത് ഉണങ്ങിക്കോട്ടെ കരുതിയിട്ടാണ്, അല്ലെങ്കിൽ ഡ്രസ്സിലെല്ലാം വെള്ളമാവും. 2 ദോശയും പാലും വെള്ളം കുടിച്ച് നേരെ പോയി റെഡിയാകുന്നത് ഒരു സാധാരണക്കാരിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഷോർട്സ് ആയിട്ട് ഞാനും അമ്മയും അച്ഛനും എല്ലാം റെഡിയായി റോഡിൽ ഓട്ടോ കാത്തു നിന്നു. ഒറ്റ ഓട്ടോ പോലും വന്നില്ല. ഇന്ന് നബിദിനവും ഓണവും ഒരുമിച്ചായതുകൊണ്ട് അധികം ആരും വണ്ടി എടുത്തിരുന്നില്ല. ഒടുക്കം കുറച്ചപ്പുറത്തുള്ള സുരേന്ദ്രേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ച് വാങ്ങി വിളിച്ചു. സുരേന്ദ്രേട്ടൻ വന്നു ഓട്ടോ ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ കയറിപ്പോയി. ഇതാട്ടോ ഞങ്ങളുടെ നാട്. ഞങ്ങൾ പോകുന്ന വഴി പച്ചപ്പും ഹരിതാഭയും നിറയെയുള്ള നാടാണ്. ഓണം സാധാരണ ഞങ്ങളങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒന്നും പോയി ആഘോഷിക്കാറില്ല. ഇതാദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മ വെച്ചത് പിന്നെ ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഓണമൊക്കെ ആഘോഷിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നത്. എന്നിട്ടൊരു രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് തന്നെ വരും. മിക്കപ്പോഴും മാമൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾ പോകുന്നതും മാമൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്, അമ്മയുടെ ഏട്ടൻ്റെ വീട്ടിലേക്ക്. വെള്ളച്ചാലാണ് അവരുടെ വീട്. അച്ഛൻ്റെ ഒരു ബന്ധു മരിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ പൂക്കളൊന്നും ഇട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് മാമൻ അങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ ഓണം എന്ന് പറയുന്നത് ഒരുമയുടെ കൂടെ ആഘോഷമാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്നത് നല്ലതാണ്. എനിക്കാണെങ്കിൽ ഓണം, വിഷു, തെയ്യം ഇതൊക്കെ വലിയ കാര്യമാണ്. ഓണപ്പൂക്കൾ ഇടുന്നതും വിഷുവിന് കണി വെക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മുന്നേയൊക്കെ 1 മാസം തികച്ചു പൂവിടും. ഇപ്പോൾ 10 ദിവസമേ ഇടാറുള്ളൂ. തിരുവോണത്തിനിടാൻ മുന്നേ പൂക്കൾ വാങ്ങും. ബാക്കി എല്ലാ ദിവസവും ഇടാൻ വേണ്ടിയിട്ട് എല്ലാ കാടും പറമ്പും കയറി ഇറങ്ങി കൊയ്ച്ചലും തുമ്പയും കല്യാണിപ്പൂവും അക്കേഷ്യയും പറഞ്ഞ് എല്ലാം കൂടെ മത്സരിച്ച് പറിക്കും. ഇവിടെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ കൂടി. സ്കൂളുള്ള സമയമാണെങ്കിൽ സ്കൂള് വിട്ടിട്ടൊരോട്ടമാണ്, മത്സര ഓട്ടം. ഏറ്റവും മുന്നിലോടി എത്തി പറക്കുന്ന ആൾക്കാർക്കായിരിക്കും നല്ല പൂക്കൾ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവർക്കായിരിക്കും. പിറകിലുള്ളവർ വരുമ്പോഴേക്കും മുന്നിൽ പോയവർ നല്ല പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ മത്സരോട്ടം തുടങ്ങിയത് അവിടെ നിന്നായിരിക്കും. കഥ പറഞ്ഞു മാമൻ്റെ വീട് എത്തിയിട്ടോ. ഈ കാണുന്നതാ മാമൻ്റെ വീട്. ബാക്കി വിശേഷം നമുക്ക് അകത്ത് കയറിയിട്ട് പറയാം അല്ലേ. അമ്മായി പൂക്കളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മായിക്കും പൂക്കൾ ഇടുന്നത് വലിയ ഇഷ്ടാട്ടോ. അമ്മായി രാവിലെ എഴുന്നേറ്റ് ഒറ്റക്കന്നെ ഇട്ട പൂക്കളാട്ടോ. എന്തായാലും മൊത്തത്തിൽ നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. നോക്കിയേ, ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് പൂക്കളം? ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റിൽ പറയണേ. പൂക്കളത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഉള്ളിലേക്ക് കയറാൻ വിട്ടില്ല. അപ്പോഴേക്കും മാമൻ്റെ മോൻ വന്നു, ആദി. അവൻ പറഞ്ഞ് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന്. എന്നിട്ട് നേരെ കാറും എടുത്ത് അമ്പലത്തിലേക്ക് വിട്ടു. വഴിയിൽ ശ്യാമയും കൂടി കൂട്ടാനുണ്ടായിരുന്നു. ശ്യാമ അമ്മയുടെ ഇളയമ്മയുടെ മോളാണേ. അതായത് എൻ്റെ അമ്മയുടെയും ഇവൻ്റെ അച്ഛൻ്റെയൊക്കെ ഇളയമ്മയുടെ മോള്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവ വിശ്വസിച്ചില്ല കേട്ടോ. പിന്നെ ഇവൻ എൻ്റെ സബ്സ്ക്രൈബറായി. ഇവനൊരു അനിയത്തി കൂടി ഉണ്ട് കേട്ടോ, അനാമിക. അവളെ ഞാൻ വരുന്നതിന് മുന്നേ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അമ്പലത്തിൽ പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ അവളെ കാണാത്തേ. ഓരോ നൊട്ടയും നുണയും പറഞ്ഞ് ശ്യാമ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. ദാ നിൽക്കുന്നതാ കേട്ടോ ശ്യാമ. പിന്നെ ശ്യാമയും കൂട്ടി നേരെ മട്ടളായി ശിവക്ഷേത്രത്തിലേക്ക് വിട്ടു. ദാ കാണുന്നതാട്ടോ മട്ടളായി ശിവക്ഷേത്രം, എൻ്റെ ശിവൻ്റെ അമ്പലം. ഞാൻ മിക്കപ്പോഴും വരുന്ന ശിവൻ്റെ അമ്പലമാട്ടോ ഇത്. ശിവനും ഞാനും നല്ല കൂട്ടാ. എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഇവിടെ വരണം. എന്നാലാവട്ടെ പലപ്പോഴും വരാൻ വിചാരിച്ചാൽ പറ്റാറുമില്ല. എന്നാൽ എനിക്ക് പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചാൽ ഞാനിവിടെ എത്തുകയും ചെയ്യും. അതൊരു വല്ലാത്ത അനുഭവമാണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് ശിവനെ കാണണമെന്ന് തോന്നുമ്പോഴല്ല, ശിവൻ എന്നെ കാണണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. ഈശ്വരവിശ്വാസി അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്നും തോന്നരുത് കേട്ടോ. ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നു. ഈശ്വരൻ വന്ന് എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളിലും എന്നെ സഹായിക്കും, എൻ്റെ തൊട്ടടുത്ത് നിൽക്കും എന്നല്ല. പക്ഷേ എനിക്കൊരു കൈത്താങ്ങായി എപ്പോഴും എൻ്റെ എനർജി ഉണ്ടാവാറുണ്ട്. ആ എനർജി അത് ഈശ്വരനാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ. എനിക്ക് സന്തോഷവും സമാധാനവും തരുന്നൊരു ചിന്ത, അത് മറ്റാർക്കും ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. തൊഴുതിറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് കരുതി ചെറുത്തിലേക്ക് വിട്ടു. പക്ഷേ ഒരു ഹോട്ടലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ശ്യാമയും കൊണ്ടുവിട്ട് നമ്മൾ നേരെ മാമൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അതായത് ഇവൻ്റെ ആദിയുടെ വീട്ടിലേക്ക്. പുറത്തെ പോയിട്ട് നോക്കി പടിഞ്ഞാറ്റത്ത് എങ്ങനെയാണ് പോട്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ നേരെ പടിഞ്ഞാറ്റം ലക്ഷ്യം വെച്ച് നടന്നു.
പടിഞ്ഞാറ്റാന്ന് ഞങ്ങൾ പറയുന്നത് പൂജാമുറിയാട്ടോ. പൂജാമുറിയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇടില്ല, എന്നാലും അമ്മായി അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അടുക്കളയിലേക്ക് വിട്ടു. ഇനി അംഗം അടുക്കളയിലാവാം. അവിടെ അമ്മായിയും മാമനും അമ്മയൊക്കെ കൂടി ജോലി ചെയ്യായിരുന്നു ഞങ്ങൾ വരുമ്പോൾ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചായ കുടിച്ചിട്ടാവാമെന്ന് പറഞ്ഞു. ഓണത്തിന് എന്താ നോൺ വെജ് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? മലബാറിലൊക്കെ ഓണത്തിന് നോൺ വെജും വെക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ശരിയാട്ടോ, ഞാനൊരു മലബാറുകാരിയാ. എൻ്റെ വീട്ടിലും എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഓണത്തിന് നോൺ വെജ് വെക്കും. മട്ടനും ചിക്കനും എല്ലാം വെക്കും. ഈ എൻ്റെ കൂട്ടത്തിലിരുന്ന് ചായ കുടിക്കുന്നതാട്ടോ അനാമിക. ഞാൻ അവളും കൂടി പഴം വാട്ടിയതും ചായയും കൂടി കഴിച്ചിരുന്നു. എന്നിട്ട് പിന്നെ അടുക്കളയിൽ കയറി അംഗം തുടങ്ങി. വലിയ അംഗമൊന്നും ഇല്ല കേട്ടോ, അംഗമൊക്കെ അവർ വെട്ടിത്തീർത്തു. എനിക്ക് ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. ഞാൻ ആ അത്ഭുതത്തോടെ നോക്കിയത് വേറൊന്നല്ല കേട്ടോ, ഞാൻ അവളെ ക്യാമറ പണിയൊന്നും ഏൽപ്പിച്ചിരുന്നില്ല. പക്ഷെ അവളത് സ്വയം ഏറ്റെടുത്തങ്ങ് നടത്തി. അവൾ എനിക്കൊരു ക്യാമറാമാനോത്തിയായി. പിന്നെ അങ്ങോട്ട് ചെറിയ ചെറിയ ക്ലിപ്പെല്ലാം എടുത്തു വെച്ചത് അവളാട്ടോ. അവളത് നന്നായിട്ട് ചെയ്തു. താങ്ക് യു മൈ ഡിയർ സിസ്. കുറേ കാലത്തിന് ശേഷം ഏറ്റവും ജോലി കുറച്ച് ചെയ്തൊരോണാണ് ഇത്. ഞാൻ അമ്പലത്തിൽ പോകണ്ട കേട്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ജോലി ചെയ്തേനെ. അധികം കൂട്ടാനൊന്നും ഉണ്ടാക്കുന്നില്ല. പച്ചക്കറി ആണെങ്കിലല്ലേ ഒത്തിരി കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. നോൺ വെജ് ആകുമ്പോൾ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പച്ചക്കറി അരിയാനുണ്ടായത് അരിഞ്ഞു. പിന്നെ മാമൻ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പോയി അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് ബാക്കി ഞാൻ പൊരിച്ചെടുത്തു. ആള് കൂടിയാൽ പിന്നെ അടുക്കളയിൽ പാചകത്തെക്കാൾ കൂടുതൽ വാചക അല്ലേ? നിങ്ങളെങ്ങനെയാണോ? ഞങ്ങളെങ്ങനെയാട്ടോ, കുറേ വാചകം അടിക്കും. അതിൻ്റെ കൂട്ടത്തിൽ പാചകം അങ്ങ് നടന്നോളും. അതാകുമ്പോൾ മുഷിയത്തില്ല. ഞങ്ങളുടെ ഭാഷയിൽ വേനെ അറിയൂല. അച്ഛനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രംഗത്തേക്ക്. അങ്ങനെ വല്ലപ്പോഴും മാത്രമേ അച്ഛൻ ഇറങ്ങൂ. അധികം ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി. അതുകൊണ്ട് കുറച്ച് സമയമെടുത്തു. എങ്കിലും അധികം വൈകാതെ എല്ലാം റെഡിയായി. പപ്പടം, പയറ് വറവ്, മട്ടൻ വറവ്, പുളിശ്ശേരി, ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, അച്ചാറ്, പായസം, ഇത്രയാണ് ഉണ്ടാക്കിയത്. പിന്നെ അധികം വൈകിപ്പിച്ചില്ല. ഞങ്ങൾ കഴിക്കാനിരുന്നു. ആദ്യം പിള്ളേരിരുന്നോ പറഞ്ഞു, പിന്നെ അച്ഛന്മാരും ഇരുന്നു. പിന്നീട് അമ്മായി അമ്മയും കൂടെ കഴിച്ചു. പിന്നെ കുറച്ചു നേരം ടി വിയും കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു കാലിക്കടവ് പോവാന്ന്. അങ്ങനെ മാമൻ്റെ കൂടെ കാലിക്കടവ് പോയി. മാമൻ അവിൽമില്ലാണേ കാലിക്കടവ്. അവിൽമില്ലിൽ പോയി അവലെടുത്ത് അടുത്തൊരു ക്ലബ്ബിൽ കൊടുക്കാനുണ്ടായിരുന്നു. അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ മാമൻ പറഞ്ഞു ഒരു ക്ലബ്ബിൽ അരി കൊടുക്കാനുണ്ട്, അതെടുക്കാൻ പടന്നിൽ പോകണമെന്ന്. പോകും വഴി എനിക്കൊരു കരിക്കും വാങ്ങി തന്നു. എന്നിട്ട് അരിയും വാങ്ങി ക്ലബ്ബിൽ അത് കൊടുക്കാനായിട്ട് പോയി. ക്ലബ്ബിലപ്പോൾ ഓണം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം കണ്ടു, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ രാത്രിയായിട്ട് ഞങ്ങളെന്താ ഞങ്ങളുടെ വീട്ടിൽ പോകാത്താന്നായിരിക്കല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെയാട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഒരു പ്ലാനോട് കൂടിയല്ല വന്നത്. പക്ഷേ ഇവിടെ നിൽക്കണമെന്ന് ഇവരെ നിർബന്ധിച്ചു. പിന്നെ നിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഇന്നിവിടെ നിന്നു. രാത്രി മുറ്റത്തൂടെ നടക്കാൻ നല്ല രസമാട്ടോ. കുറച്ചു നേരം നടന്ന് കയറി കിടന്നിറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് ചായയും കുടിച്ച് വീട്ടിലേക്ക് തിരിച്ചു. ഇന്നലെ നബിദിനായിരുന്നെങ്കിലും ആഘോഷമൊന്നും വലുതായിട്ട് നടത്തിയില്ല തോന്നുന്നു. പക്ഷെ ഇന്ന് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം കണ്ടു വഴിയിൽ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. നിങ്ങൾക്ക് എൻ്റെ കഥകളും കഥ പറച്ചിലും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം എൻ്റെ കൂടെ കൂടാട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം. ഇത്രയും നേരം എന്നെ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ഷോർട്സ് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഞാനും എൻ്റെ കഥകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കാണാവേ.